ഹലോ നമസ്കാരം മിനി റീഡിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മിനി റീഡിംഗ് എന്താണ്. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് അവരിപ്പോൾ എന്താണ് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അവരെന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അവരെന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കേണ്ടത്. ഇവിടെ ഒരു പ്യുവർ ഹീലിംഗ് എനർജിയാണ് എനിക്ക് കാണുന്നത്. യെസ്, ഇത് റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. സ്പെസിഫിക്കലി റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനെയും റൊമാൻറ്റസൈസ് ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, എല്ലാത്തിനും റൊമാൻറ്റിക് ആയിട്ട് കാണാം. എന്ത് റെഡ് ഫ്ലാഗ് കണ്ടാലും, ഇനി എന്താ പറയുക, റെഡ് ഫ്ലാഗിന്റെ ഒരു കൂട്ടം കണ്ടാലും എന്തും നിങ്ങൾ റൊമാൻറ്റിക്കലി ആണ് അതിനെ നോക്കി കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ടോക്സിസിറ്റി അല്ലെങ്കിൽ ആ നാർസിസ്റ്റിക് ടെൻഡൻസീസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളത് ചെയ്യാൻ പറ്റാതെ പോവാണ്. കാരണം നിങ്ങൾ അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യാണ് എല്ലാം. ഓക്കെ, ഏത് തരത്തിലുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടായാലും അതിനെ റൊമാൻറ്റിക് ആയിട്ട് കാണുക. ആ ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നല്ല പറയണേ, ആ ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾ കുറച്ചൊരു ഇമാജിനേറ്റീവ് വേൾഡിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഓക്കെ, അവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹീലിംഗിലാണ്. ഈ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ, നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ഈ ഒരു മൊമെന്റ് വരെ എത്തി നിൽക്കുന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസവഞ്ചന നേരിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെപ്തിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ഒന്നും ഹീൽ ചെയ്യാൻ ശ്രമിക്കാതെ, ഇതിൽ നിന്നൊന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കാതെ ഇതിനെ മണ്ണിട്ട് മൂടി വെച്ചിട്ടാണ്, ഇതിന്റെ മുകളിലാണ് നിങ്ങൾ ഒരു ലൈഫ്, നിങ്ങളുടേതായ ഡെസ്റ്റിൻഡ് പാർട്ട്ണറും ഒത്തുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതൊരിക്കലും സ്റ്റേബിൾ ആകില്ല. ഇതിനെ കളഞ്ഞാലാണ്, ഇത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ ഒരു എനർജി പോയാലാണ് സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്ന് ചേരുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്തിന്? ഹീലിങ്ങിന്. ഹീലിങ്ങിന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ട്രോമാസ്, വൂൺസ്, ഓക്കെ, നിങ്ങൾക്ക് ആളുകളെ വിശ്വസിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്, നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്, ഇമാജിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ 100 ചോദ്യങ്ങൾ വരികയാണ്. പിന്നെ ഈ പറയുന്ന പോലെ റെഡ് ഫ്ലാഗ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, എല്ലാത്തിനെയും റൊമാൻറ്റിക് ഒരു വ്യൂയിലൂടെ കാണുക. ഈ ഒരു റൊമാൻസ് ഓവർലോഡഡ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, റൊമാൻസ് വേണം, റൊമാൻറ്റിക് ആയിരിക്കണം, പക്ഷെ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ റൊമാൻറ്റിക് ആയിരിക്കല്ല വേണ്ടത്. നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഹീലിംഗിൽ ഫോക്കസ് ചെയ്യാണ് വേണ്ടത്. കാരണം നിങ്ങൾ ഹീൽ ചെയ്യുമ്പോഴാണ് എന്താണ് ടോക്സിക്, എന്താണ് ടോക്സിക് അല്ലാത്തത്, എന്താണ് റെഡ് ഫ്ലാഗ്, എന്താണ് ഗ്രീൻ ഫ്ലാഗ്, ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു, എന്താണ് നിങ്ങൾ ഡിസേർവ് ചെയ്യാത്തത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരാള് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതിനും നിങ്ങളെ ഇൻഫീരിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചറിയാനും ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താനും നിങ്ങൾക്ക് അപ്പോഴേ സാധിക്കുള്ളൂ. അത് റൊമാൻസ് എന്നല്ല, ഏത് റിലേഷൻഷിപ്പിലും. കാരണം നിയർ ഫ്യൂച്ചറിൽ ഓക്കെ ഒരു ടോക്സിക് എനർജിയുടെ പ്രസൻസ് ഞാൻ കാണുന്നുണ്ട്. അതിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ, ഫെർദർ ഡാമേജ് ഒന്നും ഇല്ലാതെ അതിനെ നിങ്ങൾക്ക് എന്താ പറയാ, നമ്മൾ എന്താ പറയാ, മുളയിലേന്നുള്ള എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഹീലിംഗിൽ ഫോക്കസ് ചെയ്യണം. ഈ ഹീലിംഗിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ ടോക്സിക് എനർജി വരുമ്പോൾ ഇതൊരു ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം യൂണിവേഴ്സിന്റെ. ഓക്കെ, ആ ഒരു ഫൈനൽ ടെസ്റ്റ്, നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ് യൂണിവേഴ്സ് നോക്കുന്നത്, അത്രേ ഉള്ളൂ. ആ ടോക്സിക് എനർജി വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകാനും ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്ത് ആ ഒരു എനർജീനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാതെ നിങ്ങളുടെ വ്യൂസും നിങ്ങളുടെ ബിലീഫ്സുമായിട്ട് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റണം. അത് തിരിച്ചറിയാനും അതിനെ എന്താ പറയാ അകറ്റി നിർത്താനും അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് ഇപ്പോഴത്തെ എനർജി നിന്നിട്ട് പറ്റില്ല. നിങ്ങളെല്ലാം റൊമാൻറ്റിസൈസ് ചെയ്യുന്നുണ്ട്, ഇതിനെയും നിങ്ങൾ റൊമാൻറ്റിസൈസ് ചെയ്യും. എന്താ ഉണ്ടാവുക? നിങ്ങളാണ് കൂടുതൽ വേദനിക്കുക. ഓക്കെ, ഈ ഇത്രയും വാളുകൾ ഇപ്പോഴേ നിങ്ങളുടെ മേത്തുണ്ട്, ഒരു എണ്ണം കൂടെ കൂടും, അത്ര തന്നെ. അപ്പൊ ഈ വാളുകളൊക്കെ എന്താ പറയാ സ്വന്തം ശരീരത്തിൽ നിന്ന് മാറ്റേണ്ട സമയം. ഇതൊക്കെ നിങ്ങളുടെ വൂൺസ്, ട്രോമാസ്, ഓക്കെ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബിട്രയൽസ്, പെയിൻഫുൾ എൻഡിങ്സ്, ഇതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഡിസ്റെസ്പെക്ട് എന്നൊക്കെ ഞാൻ കേൾക്കുന്നു.
അപ്പൊ അതിൽ നിന്ന് റിലീസ് ആകുന്നതിന്, ഹീൽ ആകുന്നതിന് ഈ സമയം ഉപയോഗിക്കും. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങൾക്കുള്ള മിനി റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ജസ്റ്റിസ്, ഒരു ജസ്റ്റിസ് അല്ല, ഒരു ട്രൂത്ത് നിങ്ങൾക്ക് ഒരു സത്യം നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആ സത്യം പുറത്തു വരുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ അതിൽ മാത്രം സൂപ്പർ മൈക്രോ ഫോക്കസ് ആയിട്ട് നിങ്ങൾ അതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അത് നടക്കണം എന്നൊറ്റ വാശിയിൽ അത് നടത്തിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുകയാണ്. ഓക്കെ, ഇത് നടന്നിരിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് അത് മാറണം. അവിടെയല്ല നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്. ആ സത്യം വരുന്നതും വരാതിരിക്കുന്നതും അതൊക്കെ യൂണിവേഴ്സിന്റെ കയ്യിലാണ്, യൂണിവേഴ്സിന്റെ ഡിസിഷൻ ആണ്. അതിനെ നിങ്ങൾ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും അത് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന പോലെ അത് നിങ്ങളുടെ മുന്നിൽ ആ സത്യം വരണം എന്നില്ല, വെളിപ്പെടണം എന്നില്ല എന്ന് ഞാൻ കേൾക്കുന്നു. അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ഓക്കെ, അതുകൊണ്ട് ആ ഒരു സത്യം പുറത്തു വരാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നും കൂടെ ഞാൻ കാണുന്നുണ്ട്. ഒരു ഇൻഡിസൈസീവ് സ്റ്റേറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഈ സത്യവുമായി കണക്റ്റഡ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കാണ് മനസ്സിലാവുക. ആ ക്ലാരിറ്റി കിട്ടിയാലേ, അല്ലെങ്കിൽ ആ ഒരു സത്യം അറിഞ്ഞാലേ എനിക്ക് ഈ ഡിസിഷൻ എടുക്കാൻ പറ്റൂ, അങ്ങനെ ഒരു ചിന്തയുണ്ട്. അത് പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു സത്യത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ പറയുന്നു. അതായത് അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. റൈറ്റ് ടൈമില് പെർഫെക്റ്റ് വേയില് ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക്, ആ സത്യം എന്താണോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. വിശ്വാസത്തോടെ അത് യൂണിവേഴ്സിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നു. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്ന ഒരു ടൈമാണ്. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച്, ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയായിരിക്കാം കുറെ കൺഫ്യൂഷൻസും ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഒക്കെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. ഇത് ടേണിംഗ് പോയിന്റ് ആണ്. ഇത് എന്താ പറയാ, ഡെസ്റ്റിൻഡ് ആണ്. ഇത് സംഭവിച്ചിരിക്കും, എങ്ങനെയാലും സംഭവിച്ചിരിക്കും. അത് സംഭവിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ഇപ്പൊ നിങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷനിലും മാത്രമായിരിക്കണം. ഓക്കെ, എന്നാലാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കൃത്യമായിട്ട് കാലതാമസമൊന്നും കൂടാതെ ഫർദർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഫേസ് ചെയ്യാതെ അതിന്റെ അതർ എൻഡിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എവിടെയാണോ കൊണ്ടെത്തിക്കുന്നത് അവിടെ എത്താൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ഇവിടെ ആയിരിക്കണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യമാണ്, നിയർ ഫ്യൂച്ചറിൽ ഒരു സ്റ്റേബിൾ സെക്യൂർ ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിനെ സ്വീകരിക്കാനും അതിനെ ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം. അപ്പൊ ഇതൊരു ന്യൂ ബിഗിനിങ് ആണെങ്കിൽ ആ ന്യൂ ബിഗിനിങ് സ്വീകരിക്കാൻ മുന്നോട്ട് പോകുക. ഇതൊരു ഐഡിയ ആണെങ്കിൽ ആ ഐഡിയയെ വർക്ക് ചെയ്യണം. ഓക്കെ, ആ ഒരു ഐഡിയ വരുമ്പോൾ അതിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. അതിനെ കെയർലെസ് ആയിട്ട് വിട്ടുകളയാനായിട്ട് പാടില്ല. അപ്പൊ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കുക. ഈ പറയുന്ന ന്യൂ ബിഗിനിങ് റെക്കഗ്നൈസ് ചെയ്യാനും ഈ ഐഡിയ വരുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾ ഈ പ്രസന്റ് മൊമെന്റിൽ ആയാലേ അത് നടക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. അതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള, ഈ നിയർ ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന ഈ കാര്യത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കുക. അത് തന്നെയാണ് നിങ്ങളോട് ഇപ്പോഴും പറയുന്നത്. ഈ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചേഞ്ചസിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.